നമ്മളിപ്പോൾ മോഹൻ കുന്നുമലിനോ മറ്റോ നേരിട്ട് മുന്നിൽ കാണുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞേനെ, ഇതൊക്കെ മോശമാണ് സാർ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയുള്ള കുട്ടികളോട് പെരുമാറേണ്ടതെന്ന് നമ്മൾ പറഞ്ഞേനെ. മാഷ് ഇങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മളൊരു അധ്യാപകനൊക്കെ ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ഗവർണറുമായി ബന്ധപ്പെട്ട് ഈ ഗവർണറുടെ വിഷയം, ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണുകയാണെങ്കിലും അദ്ദേഹത്തോട് കുറച്ചൊരു സമവായമൊക്കെ വേണം സാർ. അതായത് വളരെ കാലം പരിചയമുള്ള നാട്ടിലൊക്കെ മന്ത്രിയൊക്കെ ആയിരുന്ന താങ്കൾ കുട്ടികളോട് കുറച്ചുകൂടെയൊക്കെ സമവായത്തിൽ, ഒരു സർവകലാശാലയുടെ കാര്യമാണെന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഒരു അയഞ്ഞ സമീപനത്തിൽ മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹത്തോട് പറയണം. അയഞ്ഞ സമീപനം എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണമെന്നല്ല. ഇപ്പോൾ ഇത് തന്നെ നോക്കൂ, ഇതിപ്പം CPM ഭരിക്കുമ്പോൾ SFIക്കാരെന്തിന് എത്ര വലിയ സമരം നടന്നതെന്നാണ് രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വിശദാംശങ്ങൾ അറിയുമ്പോൾ ഒക്കെ നമുക്ക് ആർക്കാരും തോന്നുക അങ്ങനെയാണ്. പക്ഷേ എന്താണ്, സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കലോത്സവം നടന്നു, അല്ലെങ്കിൽ നടക്കും. ഇവിടെ പക്ഷേ കലോത്സവം നടത്താൻ അവർക്ക് റൈറ്റില്ല. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. കലോത്സവം നടക്കില്ല. കേരള സർവകലാശാല എന്ന് വെച്ചാൽ ഒരുപാട് വലിയ സർവകലാശാലയാണ്. ഒരുപാട് കോളേജുകൾ അതിനകത്തുണ്ട്. ഒരുപാട് കുട്ടികൾ അവരുടെ കലാപരിപാടികൾ നടത്താണ്. നമ്മളെല്ലാം ക്യാമ്പസുകളിൽ പഠിച്ചു വന്നതാണ്. ഇപ്പോഴും നമ്മുടെ പരിചയക്കാരും നമ്മുടെ കുട്ടികളൊക്കെ ക്യാമ്പസുകളിൽ കലോത്സവം നടത്തുകയും അത് രാഷ്ട്രീയ വ്യത്യാസമില്ല. ABVPക്കാരും SFIക്കാരും KSCക്കാരും അതൊന്നും അല്ലാത്ത ആളുകളും BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIയുടെയും എല്ലാ ലീഗുകാരുടെയും എല്ലാ വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, കുട്ടികൾ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഈ കലോത്സവത്തെ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടങ്ങളിലാണ് പിന്നീട് സിനിമകളിലേക്കും മറ്റുള്ളയിടങ്ങളിലേക്കും വലിയ നൃത്തവേദികളിലേക്കൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ അവരുടെ കാര്യം ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സർവകലാശാലകളിലെ കലോത്സവങ്ങളാണ്. അത് നടത്താൻ ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് മാത്രം അവകാശമില്ല. ആരുടെ കുഴപ്പമാണ്? ഈ സമരം നടത്തിയ SFIക്കാരുടെയോ അല്ലെങ്കിൽ KSUക്കാരുടെയോ ABVPക്കാരുടെയോ കുഴപ്പമാണോ അത്? അല്ലെങ്കിൽ ഇവരൊന്നും അല്ലാത്ത വിദ്യാർത്ഥികളുടെ കുഴപ്പമാണോ അത്? വിദ്യാർത്ഥികളുടെ കുഴപ്പമല്ല, ഈ മുതിർന്ന ആളുകളുടെ പ്രശ്നമാണ്. ഈ ഗവർണറും ഈ പറയുന്ന VCയും ഒക്കെ ഉള്ള ഒരു പ്രശ്നം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നമാണ്. അവരുടെ രാഷ്ട്രീയ പ്രശ്നം അവർ വേറെ നിലക്കാണ് പരിഹരിക്കേണ്ടത്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആളുകളും CPMകാരും അവരുടെ അധ്യാപക സംഘടനയിലെ ആളുകളൊക്കെ പ്രശ്നക്കാരാണെങ്കിൽ നിങ്ങൾ അത് പരിഹരിച്ചോന്നേ. ഇവിടെ കുട്ടികൾക്ക് അവരുടെ കലോത്സവം നടത്താനുള്ള അവകാശം കൊടുക്കണം. അപ്പോൾ അത് ഈ VC നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർക്കശ്യത്തോടെ ഇന്നിപ്പോൾ സമരം നടത്തി, വലിയ സമരമായിരുന്നു, അവർക്കതിന് കാരണങ്ങളുണ്ട്, ശരി. അതിനെ പക്ഷേ എങ്ങനെയാണ് നേരിടുന്നത്? യൂണിയൻ തന്നെ റദ്ദാക്കി കളഞ്ഞു. അടുത്ത യൂണിയൻ തെരഞ്ഞെടുപ്പ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് നടത്തി അവർ വരട്ടെ എന്നാണ്. ആരാണ് തീരുമാനിക്കേണ്ടത്? ഒരു യൂണിയൻ നടത്താൻ വരുമ്പോൾ അവരെ അത് ഏൽപ്പിക്കുമ്പോൾ കുട്ടികൾക്കും ആ യൂണിയൻ ഭാരവാഹികളുടെ ആകെപ്പാടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കലോത്സവം, അതും കേരള യൂണിവേഴ്സിറ്റി പോലത്തെ കലോത്സവം. അത് നാനാഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ സർവകലാശാല കലോത്സവങ്ങൾക്കിടെ ഉദ്ഘാടന വേദിയിലൊക്കെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ്.